ഹലോ ഗൈസ്, നമുക്കിന്ന് നല്ലൊരു അടിപൊളി ചെമ്മീൻ പാസ്ത ഉണ്ടാക്കിയാലോ. അപ്പോൾ ചെമ്മീൻ പാസ്തൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ചെമ്മീൻ പാസ്ത എന്ന് പറയുമ്പോൾ എന്താ വേണ്ടിയത്? ചെമ്മീൻ മറക്കരുത്, ഒരു ഉള്ളി, ബട്ടർ, 2 ചീസ്, പിന്നെ കുറച്ച് നട്ട്സ്, ക്യാപ്സിക്കം, മീനായിട്ട് പാസ്ത. പിന്നെ ചെമ്മീൻ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മാറ്റി വെക്കാൻ കേട്ട്. എന്നിട്ട് 2 പാത്രം വെക്കുക ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ. പെട്ടെന്ന് പണിയാണല്ലോ. ഒന്ന് പാസ്ത വേവിക്കാൻ, ഒന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തിലാണ്? ബട്ടറിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ കരിയിക്കരുത്. ജസ്റ്റ് ഒന്ന് ഹാഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജാറിലേക്ക് ഈ നട്ട്സ് ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് അവിടെ അടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അതൊന്നും പിന്നെ പറയണ്ടല്ലോ, പാസ്ത വേവിക്കുക. പിന്നെ നമ്മൾ നേരെ ചെയ്യേണ്ടത്, നമ്മൾ അടിച്ച് വെച്ച ആ നട്ട്സിലുണ്ട് അതിലേക്ക് കുറച്ച് പാല്, ഒരു മുട്ട, 2 വെളുത്തുള്ളി ഇതിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് അടിച്ചെടുക്കുക. നമ്മൾ മയോണൈസൊക്കെ അടിക്കില്ല അതുപോലെ. പിന്നെ നമ്മൾ നേരത്തെ ചെമ്മീൻ ഉണ്ടല്ലോ, അത് വേവിച്ച് ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ ഒനിയനും അതേമാതിരി ക്യാപ്സിക്കൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. നന്നായിട്ട് വേവിക്കുക. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു കഷ്ണം ഉണ്ടെങ്കിൽ മാത്രം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച് ക്രീമി ആയിട്ടുണ്ട് അതങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ചും കൂടി പാലൊഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ചീസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും. അതിലേക്കാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചെമ്മീൻ ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം തന്നെ നമ്മൾ നേരത്തെ അതേ സമയം മാറ്റി വെച്ച ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും അതിലേക്ക് ആ ഒരു ബട്ടറൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ ആ ഫ്ലേവർ വരുള്ളൂ. അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത അതിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ ആ ടെക്സ്ചറൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ പാസ്ത ഇവിടെ റെഡി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, ആരും മറക്കരുത്. അടിപൊളിയാണ്, വെറൈറ്റി ഡിഷാണ് എന്തായാലും.